ഹായ് ഓൾ, മൈ നെയിം ഈസ് വർഷ. നിങ്ങൾക്ക് ഈ കറുത്ത് പോയി അല്ലെങ്കിൽ കറുപ്പാണെന്ന് പറഞ്ഞ് വല്ല കളിയാക്കൽ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ നല്ല ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 1-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് എന്തിനേറെ പറയുന്നു, എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് പോലും എന്നെ കരിങ്കുരങ്ങി, എന്നെ കാണാൻ ഐശ്വര്യമില്ല, ഇവളുടെ കൂടെ കൂട്ടുകൂടിയ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അത് കാരണം എന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1-ൽ 2-ലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് പിന്നെ ആർക്കും പറ്റും. പക്ഷേ എങ്കിൽ എനിക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ എല്ലാവരും ഈ കളിയാക്കലൊക്കെ കാരണം എൻ്റെ അക്കാഡമിക് ഇയറിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിടിച്ച് നിൽക്കാൻ. ഈ കറുത്ത് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ണാടി പോലും നോക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 8-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പയ്യനെ ഇഷ്ടപ്പെട്ടു. അവനെ ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ ഈ ഒരൊറ്റ പേരും പറഞ്ഞ് എന്നെ കുറേ കളിയാക്കി. നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, അയ്യോ നീയാണോടി എന്നെ പ്രപ്പോസ് ചെയ്യാൻ നിനക്കൊന്നും നാണം ഇല്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു അവൻ എന്നെ ഇൻസൾട്ട് ചെയ്തത്. എനിക്കത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിഷമമായി. അന്ന് ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. എനിക്ക് എൻ്റെ ഉള്ള ഒരു ഇതും കൂടി അങ്ങ് പോയി. എനിക്ക് ആകെ ഭയങ്കര പ്രോബ്ലമൊക്കെ ആയി, പാനിക് അറ്റാക്കൊക്കെ വന്നു. അങ്ങനെ കുറേ സീനായി. ഞാൻ ക്ലാസ്സിലൊക്കെ വരാതെ, എൻ്റെ അക്കാഡമിക് അങ്ങനെ ഇങ്ങനെ. എൻ്റെ വിശ്വാസം ഈ ആണുങ്ങൾക്കെല്ലാം എന്നെ വെറുപ്പാണ്, എന്നെക്കാണാൻ ഒരു ഐശ്വര്യമില്ല. എനിക്ക് എല്ലാവരുടെ മുഖത്ത് നോക്കാൻ തന്നെ എന്തിനേത് പ്രേമിക്കാൻ പോലും പേടിയായിരുന്നു. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിട്ടില്ലെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ആ കുഞ്ഞു പ്രായമേ അത്രയ്ക്ക് ഈ കറുപ്പ് കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് കുറേ വർഷം, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 18 വർഷം വരെ ഞാൻ ഒരേ ഹെയർ സ്റ്റൈൽ, ഒരേ പൗഡർ മാത്രമേ ഇടുള്ളൂ. ചില സമയത്ത് അതും ഇടില്ല, അയ്യോ എനിക്കിട്ട് പറ്റിയതല്ല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു +2 ഒക്കെ കഴിഞ്ഞ സമയം തൊട്ട്, അതായത് 18 വയസ്സ്, അന്ന് തൊട്ട് ഞാൻ എന്നെ അങ്ങ് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാനും ചെറിയ രീതിയിൽ ഒരുങ്ങാനൊക്കെ തുടങ്ങി. അന്ന് തൊട്ട് എനിക്കിതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ചെറിയ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ് ഒക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഴപ്പമില്ല, ഈ നാട്ടുകാരുടെ കണ്ണിൻ്റെ എന്തോ കുഴപ്പമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തണേ. എൻ്റെ അറിവിൽ കറുപ്പ് ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളൊരു ഇതാണ്. കാരണം ഈ കറുത്തിരിക്കുന്നവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ റിയൽ ഏതാ ഫേക്ക് ഏതാ ആൾക്കാരെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഏതാ നല്ല ഫ്രണ്ട്, ഏതാ നല്ല ആൾക്കാർ. പല വെളുത്തിരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം വളരെ ഡാർക്കായിരിക്കും. ഞാനിത് എടുത്ത് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല. ഈ ചിലരൊക്കെ ഉണ്ടല്ലോ, ഈ ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും റിലേഷൻഷിപ്പാണെങ്കിലും കളർ നോക്കിയായിരിക്കും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടാലോ? സോ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.